ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ച് വന്നതാ. നമ്മൾ സാധാരണ റിവ്യൂസ് ഒക്കെ കുർത്തീസിൻ്റെയോ അല്ലെങ്കിൽ ഡ്രസ്സുകളുടെ ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് വന്നിട്ട് എനിക്ക് എന്തോ വാങ്ങിയപ്പോൾ ഇത് റിവ്യൂ ചെയ്യാതെ വിട്ട് കളയാൻ തോന്നുന്നില്ല. കാരണം അത്രയും ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും അല്ലല്ലോ, ഞങ്ങൾക്കിപ്പോൾ ഇത് എന്തിനാ ഈ ട്രൈപോഡിൻ്റെ ആവശ്യം എന്നുള്ളത്. ഇത് ആക്ച്വലി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം, ഫുൾ സൈസ് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ ഒരാളതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ച് കാല് പിടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാല് പിടിക്കേണ്ട. ഇതൊരു സെൽഫി സ്റ്റിക്ക് മാത്രമല്ല കേട്ടോ, നല്ലോം ലെങ്ത്തിൽ, ഇപ്പം എൻ്റെ ഒരു ഉയരത്തിനേക്കാൾ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡ് കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് തോന്നുന്നു അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര വിചാരിച്ചാൽ മതി. ഞാൻ 168 സെൻറ്റിമീറ്റർ ആണ്, അതിന് മുകളിലേക്ക് ഉണ്ട് ഇത്, ഈ ഒരു ട്രൈപോഡിൻ്റെ ലെങ്ത്ത് വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും എത്ര രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. നമുക്കിവിടെ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു മിനിറ്റ്, ഇതുണ്ടോ ഇങ്ങനെ. ഇതൊന്ന് പ്രസ് ചെയ്ത്, ഇവിടെ നടുവിലൊരു ബട്ടൺ ഉണ്ട്, ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആവും. നമ്മുടെ ഫോണിലുള്ള ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞു വെച്ചാൽ അതിൽ നമുക്ക് സെൽഫി എന്നുള്ള പേരിൽ എങ്ങാണ്ടാണ് കിടക്കുന്നത്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എത്ര, എനിക്ക് തോന്നുന്നു ഒരു പരിധി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒക്കെ പറ്റും. ഇപ്പോൾ സെൽഫി എടുക്കണമെങ്കിൽ അങ്ങനെ, അല്ല ബാക്ക് ക്യാമറയിൽ നമുക്ക് നമ്മുടെ ഫുൾ സൈസ് ഫോട്ടോ കിട്ടണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലും പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട് കേട്ടോ, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയത് എൻ്റെ കയ്യിലുണ്ട്. ആ ബ്ലൂടൂത്ത് ഇപ്പോഴും വർക്കിംഗ് ആണ്. കാരണം അത് എനിക്ക് തോന്നുന്നു 1 ഇയർ മുകളിലായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഞാൻ അങ്ങനെ അധികം ആ ബ്ലൂടൂത്ത് യൂസ് ചെയ്യാറില്ല. ഇതും ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഫോൺ വെച്ചിട്ട് കഴിഞ്ഞു വെച്ചാൽ കണ്ടോ, ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഫോൺ വെക്കാം. ഫോൺ വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് നീളുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്കിതിൻ്റെ ഫുള്ള് ഉയരം കാണിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഇതിങ്ങനെ എൻ്റെ ഒപ്പം വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അവിടെ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത്രയും ലെങ്ത്തിൽ അത് നമുക്ക് ഇതാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ കണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ ഒടിച്ച് മടക്കി ഇങ്ങനെ നമുക്ക് ബാഗിലോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അങ്ങനെ കൊണ്ടുപോകാനും പറ്റും. ഇവിടെ ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ നിവർത്താം കേട്ടോ, ഞാൻ കാണിച്ചില്ല ഞാൻ. ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡ് നിവർത്തി വെച്ചിട്ട് നല്ലും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഞാൻ ഈ പുറത്തൊക്കെ വീഡിയോസ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ് ഉള്ളതായിട്ട് കൊണ്ടുപോയിരുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിധം പണി കഴിഞ്ഞു, ഡാമേജ്ഡ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയിട്ട്. പക്ഷെ ഇത് എനിക്ക് നല്ലും വർത്ത് തോന്നിയത് അത് കാരണം കൊണ്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ചുരുട്ടി മടക്കി, ഇപ്പം മറ്റേതാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോഴന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എടുത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതും എവിടെയെങ്കിലും നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകുക എന്ന് പറയുന്നതൊക്കെ ടാസ്ക്കാണ്. ഇതിലിപ്പോൾ റിംഗ് ലൈറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് നല്ല വർത്തായിട്ട് തോന്നുന്നത്. എനിക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് തീരുന്നില്ല, കാരണം എനിക്ക് അത്രയും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗമുള്ളവർ കേട്ടോ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം ഈ വീഡിയോ. എനിക്ക് എന്തോ നന്നായിട്ട് നല്ല ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടെ ചെയ്യാന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്സോ അല്ലെങ്കിൽ റീലോ മാത്രമായിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇരുന്നേർന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് മാത്രമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ട്, പക്ഷെ അത്രയും വർത്തായിട്ട് തോന്നിയോണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 279 രൂപയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മളിങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ എടുക്കുക, മീൻസ് ചാനൽ എടുത്തു കഴിഞ്ഞു വെച്ചാൽ പ്ലേലിസ്റ്റിൽ മീഷോയുടെ ആണെങ്കിൽ മീഷോ എന്ന് കാണിക്കും. ബാക്കിയുള്ള വീഡിയോസൊക്കെ വേറെ ആയിട്ട് ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ്. കണ്ടു നോക്കുക. കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ കാണുന്നവരും ജസ്റ്റ്
ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഓക്കെ, അപ്പോഴല്ലേ എനിക്കും അറിയുള്ളൂ ഓക്കെ എത്രയൊക്കെ പേര് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗമില്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ആവാൻ വളരെ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.